ഹായ് കൂട്ടുകാരെ, പൊന്നീസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സ്കൂളിൽ നിന്ന് ഒരു വിനോദയാത്ര പോകുന്നുണ്ട്. ആ വിനോദയാത്രയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ സ്കൂളിൻ്റെ പേര് ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെങ്ങാനൂരിലാണ്. LP വിഭാഗത്തിൽ നിന്ന് ഇടുക്കിയിലേക്കാണ് ടൂറ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും എനിക്ക് ഇടുക്കിയോടുള്ള സ്നേഹം. അതുകൊണ്ട് അച്ഛനോട് ഞാൻ LPയുടെ ടൂറിലാണ് ഇടുക്കിയിലേക്ക് പോകുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഈ യാത്രയിൽ 40 കൂട്ടുകാരും ടീച്ചേഴ്സും PT അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 4 മണിക്കാണ് സ്കൂളിൽ എത്തിച്ചേരാൻ പറഞ്ഞത്. LP സ്റ്റുഡൻസ് ആയിട്ട് പോലും എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തി. സ്കൂളിൽ നിന്ന് ഇറങ്ങിയതോടെ തന്നെ എല്ലാവരും ഡാൻസ് തുടങ്ങി. കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ ടീച്ചേഴ്സൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരും നല്ല ഉഷാറിലായതുകൊണ്ട് തന്നെ അവർ വീണ്ടും കളി തുടർന്നു. അതിരാവിലെ ആയതുകൊണ്ട് റോഡിൽ തിരക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടൂരും പത്തനംതിട്ടയൊക്കെ പെട്ടെന്ന് പിന്നിട്ടു. എരുമേലിയിൽ വെച്ചാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചത്. ഏകദേശം ഒരു 8 മണിയോടെ ഞങ്ങൾ എരുമേലിയിലെത്തി. എരുമേലി ക്ഷേത്രത്തിനടുത്തുള്ള ഗ്രൗണ്ടിൽ വെച്ചാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി കൊണ്ടുപോയ ഭക്ഷണമാണ് ഞങ്ങൾ കഴിച്ചത്. ഇഡലിയും സാമ്പാറുമാണ് പ്രഭാത ഭക്ഷണത്തിനായി കരുതിയത്. എല്ലാവരും നല്ല സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ഞങ്ങളുടെ സ്കൂള് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇടുക്കി വരെ ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തത് പ്രിൻസ് സാറാണ്. ഇതിന് മൊത്തം പറ്റും സാറിനാണ്. സാറ് നേരത്തെ ഇടുക്കിയിലെ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയുള്ള സൗകര്യങ്ങളും ബന്ധങ്ങളൊക്കെ വെച്ചാണ് സാറ് തിരുവനന്തപുരത്തു നിന്നും ഇടുക്കിയിലേക്ക് ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രഷായി ഞങ്ങൾ നേരെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. മുണ്ടക്കയം കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈ റേഞ്ചിൻ്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടു തുടങ്ങി. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ആദ്യമായിട്ടാണ് ഇടുക്കിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. ഞങ്ങൾ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിലെത്തി. വേനൽക്കാലം വെള്ളം കുറവാണ്. ഇത് നല്ല വെള്ളമുണ്ട്. ഞങ്ങളിവിടെ ഇറങ്ങി കുറച്ച് നേരം സമയം ചെലവഴിച്ചു. അയലൊരു പറവെല്ലു പൊലിച്ച് അത് കൊത്താൻ എപ്പവരും നിന്നമ്മവന്മാരു പൊന്നേ, അത് കുത്താൻ എപ്പവരും നിന്നമ്മവന്മാരു പൊന്നേ. ഉന്നത്തങ്ങാടി ഷാപ്പില് കേറി കള്ളു നിറയെ കള്ളു കുടിച്ച്, ഉന്നത്തങ്ങാടി ഷാപ്പില് കള്ളു നിറയെ കള്ളു കുടിച്ച് ആടി ആടി എപ്പവരും നിന്നങ്ങളുമാര് പൊന്നേ, ആടി ആടി എപ്പവരും നിന്നങ്ങളുമാര് പൊന്നേ. സിംഗത്തിന യാരടി ദേവരവ അണ്ണണ്ണാരടി നീ വരവ
പിന്നെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്കാണ് പോയത്. ഇത് കുട്ടിക്കാനം തേക്കടി റൂട്ടിനോട് വളരെ അടുത്താണ്. വാഗമണ്ണിൽ ഊട്ടിയിലൊക്കെ ഉള്ള പോലത്തെ വലിയ പൈൻ ഫോറസ്റ്റ് അല്ലേതെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പൈൻ ഫോറസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങളുടെ യാത്ര നേരെ തേക്കടിയിലേക്കാണ്. തേക്കടിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഭംഗിയുള്ള പള്ളി കണ്ടു. ആ പള്ളിയുടെ പേര് പട്ടുമല പള്ളി എന്നാണ് പറഞ്ഞത്. ഈ പള്ളി ബ്രിട്ടീഷുകാരുടെ കാലത്താണ് നിർമ്മിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ഞങ്ങൾ പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ടാണ് തേക്കടിയിലേക്ക് പോയത്. ഉച്ചയ്ക്ക് 12:30 ഞങ്ങൾ പെരിയാർ ടൈഗർ റിസർവിലെത്തി. ഇവിടെയാണ് തേക്കടി തടാകം. തേക്കടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ഉച്ചഭക്ഷണം ഞങ്ങൾ കഴിച്ചത്.
നല്ല ഉച്ചഭക്ഷണമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചഭക്ഷണം ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു വനഫ്രീയുടെ മ്യൂസിയം ഉണ്ട്. ഞങ്ങൾ അതും കൂടി ഇനി കാണുകയാണ്. എന്ന് പറയുന്നത് ഒരു നിത്യഹരിത വനമാണ്. നമ്മുടെ കാട്ടിനുള്ളിലേക്ക് പോയാൽ പകലുപോലും സൂര്യപ്രകാശം കിട്ടാത്ത വനങ്ങളും നമുക്കുണ്ട്. അത്ര ഭീകരമായ വനങ്ങളും നമുക്കുണ്ട്. ആനയും കടുവയും കാട്ടുപോത്തും മ്ലാവും തേഴയും എല്ലാം ഈ വനത്തിൽ ഉണ്ട്. പിന്നെ കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യം. അപ്പോൾ അതിൻ്റെ ഒക്കെ കുറേ സംഭവങ്ങൾ നമുക്ക് ഫസ്റ്റ് ക്യാബിനെ കാണാം. രണ്ടാമത്തേതിൽ ഒരു എലിഫന്റ്, ഒരു ആനയുടെ ഒറിജിനൽ അസ്ഥി കൂടെ ഉണ്ട്. പിന്നെ കാട്ടിലുള്ള കുറച്ച് മൃഗങ്ങളുടെയും പക്ഷികളുടെ ഒറിജിനൽ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വായിച്ചാൽ കുറച്ചൊക്കെ മനസ്സിലാവും. സാറ് കൂടെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞൊക്കെ തരും. പിന്നെ നമ്മളൊരു രാത്രിയുള്ള ഒരു വനത്തിൽ കയറിയാൽ എങ്ങനെ ഉണ്ടാകും, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്നൊരു ക്യാബിനുണ്ട്. പിന്നെ നമ്മളൊരു ഹെലികോപ്റ്ററിൽ കൂടെ അല്ല, ഒരു വിമാനത്തിൽ കൂടെ തിരിച്ചിറങ്ങും. ഇതാ സംഭവം. അപ്പോൾ ഇതിനകത്ത് കയറിയാൽ കുറച്ച് വായിച്ച് മനസ്സിലാക്കാനല്ലെങ്കിൽ കൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ കുറേ നല്ല പടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബാക്കി ടീച്ചേഴ്സ് നിങ്ങളുടെ കൊണ്ടുണ്ടല്ലോ, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഞാനും അറിയാവുന്നവരൊക്കെ പറഞ്ഞുതരാം. കേറാം. ഇവിടെ ആനയുടെ ഒരു ഒറിജിനൽ അസ്ഥികൂടം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ വനം വകുപ്പിൻ്റെ ആൾക്കാർ പറഞ്ഞു തന്നു. നമുക്കിവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നത് ഈ ട്രിപ്പിൻ്റെ നേതൃത്വം നൽകുന്ന പ്രിൻസ് സാറിൻ്റെ അളിയനായ രാജേഷ് സാറാണ്. സാറ് പറഞ്ഞിട്ടുള്ളൊരു വണ്ടിയിലാണ് ഞങ്ങൾ തേക്കടി തടാകം കാണാനായിട്ട് വന്നത്. ഇവിടെ ബോട്ട് അപകടം നടന്നതുകൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് ബോട്ടിംഗ് അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബോട്ടിൽ കയറാൻ സാധിച്ചില്ല. എന്തായാലും ഞങ്ങൾ തടാകമൊക്കെ കണ്ടിട്ട് തിരിച്ച് ഞങ്ങളുടെ വാഹനത്തിലേക്ക് പോവുകയാണ്. ഇനി ഞങ്ങൾ അടുത്ത് കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിലല്ല, തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ മുന്തിരിപ്പാടം കാണാനാണ്. ഇനി ഈ ചുരം ഇറങ്ങി വേണം നമുക്ക് തേനി ജില്ലയിലെത്താൻ. നല്ല രസമാണ് ഈ ഹെയർ പിൻ വളവൊക്കെ വളഞ്ഞു പോകാനായിട്ട്. പോകുന്ന വഴി നമുക്ക് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ലോവർ ക്യാമ്പിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് കാണാൻ സാധിക്കും. നല്ല വലിപ്പമുള്ള പൈപ്പാണ്. ലോവർ ക്യാമ്പിലെ പവർ ഹൗസിലെത്തിച്ച് വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം ഈ വെള്ളം തന്നെയാണ് അവർ കൃഷിയിടങ്ങളിലും മറ്റും ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് പെൻസ്റ്റോക്ക് പൈപ്പ്. ഇതിനുള്ളിലൂടെയാണ് അങ്ങനെ ഞങ്ങൾ മുന്തിരിപ്പാടത്തിന് മുമ്പിലെത്തി. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ചായയും വടയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ മുന്തിരിപ്പാടം കാണാനായിട്ട് കയറിയത്. നല്ല രസമായിരുന്നു ഈ മുന്തിരിയൊക്കെ വിളഞ്ഞു കിടക്കുന്നത് കാണാൻ.
ഇവിടുന്ന് നമുക്ക് വിഷമില്ലാത്ത മുന്തിരി കിട്ടും. അതുകൊണ്ട് എല്ലാവരും മുന്തിരി വാങ്ങിച്ചു. മുന്തിരി വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു മുന്തിരിയുടെ അടുത്ത് നിന്ന്. ഞാനും 2 പെട്ടി മുന്തിരി വാങ്ങിച്ചു. തിരിച്ചു വരുന്ന വഴിയിൽ നല്ല ജമന്തിപ്പാടം കണ്ടു. അപ്പോൾ പറഞ്ഞു എല്ലാവർക്കും ജമന്തിപ്പാടത്ത് പോകണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഈ വിനോദയാത്ര വിജയിച്ചതിൻ്റെ ആഘോഷമായിട്ടായിരിക്കും തിരിച്ചു വന്നപ്പോൾ പ്രിൻസ് പറഞ്ഞ് നല്ല തകർപ്പൻ ഡാൻസ് ഉണ്ടായിരുന്നു. മറ്റധ്യാപകരും ഞങ്ങളെല്ലാവരും ഈ ഡാൻസിനോടൊപ്പം ചേർന്നു. ഞങ്ങളങ്ങനെ കുറേ നേരം ഡാൻസ് ചെയ്തു. പിന്നെ വൈകുന്നേരത്തെ ഫുഡ് വണ്ടിപ്പെരിയാറിലാണ് അറേഞ്ച് ചെയ്തിരുന്നത്. പ്രിൻസാണ് നേരത്തെ വണ്ടിപ്പെരിയാറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് അവിടെ സൗഹൃദത്തിലുള്ളൊരു കടയിലായിരുന്നു ഫുഡ് അറേഞ്ച്മെൻറ്റ് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് ബസ്സിലേക്ക് കയറിയത്. ഏകദേശം ഒരു 11 മണിയോടെയാണ് ഞങ്ങൾ തിരിച്ച് യാത്ര പുറപ്പെട്ടത്. രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഉറക്കത്തിൻ്റെ മോഡിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരെ ബൈ ബൈ.